വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ നാളെ ഹർത്താൽ. 1964 ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർത്താൽ. സർവകക്ഷി യോഗ തീരുമാനം നടപ്പിലാക്കാതെ ജില്ലയിൽ നിർമ്മാണ നിരോധനം ബാധകമാക്കി സംസ്ഥാന സർക്കാർ ഇടുക്കിയിലെ ജനങ്ങൾ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് UDF ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം പ്രധാന പ്രചാരണം ആക്കാനാണ് UDFന്റെ തീരുമാനം. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. 50,000-ലധികം അപേക്ഷകൾ ജില്ലയിലെ വിവിധ ഓഫീസുകളിലായി കെട്ടിക്കിടക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഭൂമിഗത ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാതെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ല. വളരെ ഗുരുതരമാണ് ഇക്കാര്യം. 17-12-2019 കൂടിയ സർവകക്ഷി യോഗം ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. 1 വർഷവും 3 മാസവും കഴിഞ്ഞിട്ടും ഭേദഗതി ചെയ്തില്ല എന്ന് മാത്രമല്ല, ചെയ്യും എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തു. കണ്ണൂർ ചെറുപുഴയിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു. ചേനാട്ടുകൊല്ലിയിലെ കോങ്ങോലിൽ സെബാസ്റ്റ്യൻ എന്ന ബേബിയാണ് മരിച്ചത്. അയൽവാസിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് സംഭവം. സമീപവാസിയായ ടോമി വാട്ട്യാതുരുത്തേൽ ആണ് വെടിയുതിർത്തത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇന്ന് രാവിലെ 8:45ഓടെയാണ് സംഭവം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന സെബാസ്റ്റ്യൻ ടോമിയുടെ വീടിന് മുന്നിൽ എത്തിയപ്പോഴാണ് തർക്കവും വെടിവയ്പും ഉണ്ടായത്. ഉടനെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. കണ്ണൂർ ആലക്കോട് ടൗണിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും നടപടിയെടുക്കാതെ ജലവിഭവ വകുപ്പ്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുമ്പോഴാണ് ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം റോഡിൽ കൂടി ഒഴുകുന്നത്. ആലക്കോട് ടൗണിൽ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം വൈസ്മെൻസ് ഹാൾ റോഡിലാണ് മാസങ്ങളായി വെള്ളം പൊട്ടി ഒഴുകുന്നത്. 2 വർഷം മുൻപ് പൊട്ടിയ പൈപ്പ് നാട്ടുകാരാണ് പലതവണ നന്നാക്കിയത്. വാഹനങ്ങളുടെ ട്യൂബ് ഉപയോഗിച്ച് പൈപ്പിൽ കെട്ടിയതിനാൽ വെള്ളം മുകളിലേക്ക് ചീറ്റുന്നില്ലെന്ന് മാത്രം. പഴകിയ ഇരുമ്പ് പൈപ്പ് തുരുമ്പെടുത്തതോടെയാണ് പലയിടത്തായി സുഷിരങ്ങൾ വീണത്. ഒട്ടേറെ തവണ സമീപവാസികൾ ജലവിഭവ വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. എൻ്റെ അറിവിൽ ഒരു 2 വർഷത്തോളമായി ഈ വെള്ളം ഒഴുകുന്നതുകൊണ്ട് ഇതിലെ പോകുന്ന സ്കൂൾ കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് അവരോട് എത്രയോ പ്രാവശ്യം ആൾക്കാർ വിവരം പറഞ്ഞു, ഇതുവരെ അത് പരിഹാരം കണ്ടിട്ടില്ല. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഇവിടെയെല്ലാം കുടിവെള്ളം കിണറ്റിൽ വളരെ കുറവാണ്. പൈപ്പ് പൊട്ടിയതോടെ പല വീടുകളിലും വല്ലപ്പോഴും മാത്രമാണ് വെള്ളം കിട്ടുന്നത്. മോട്ടോർ തകരാറിലായതിനാൽ 1 മാസത്തോളം ടൗണിലേക്കുള്ള ജലവിതരണവും നിലച്ചിരുന്നു. ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഒരാഴ്ച മുൻപ് ജലവിതരണം പുനരാരംഭിച്ചത്. പൈപ്പിന്റെ തകരാർ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. വയനാട്ടിൽ കുളത്തിൽ വീണ കാട്ടാനെ വനപാലകർ രക്ഷപ്പെടുത്തി. തിരുനെല്ലി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ബ്രഹ്മഗിരി എസ്റ്റേറ്റ് കുളത്തിലാണ് 5 വയസ്സോളം പ്രായമുള്ള കാട്ടാന അകപ്പെട്ടത്. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ JCB ഉപയോഗിച്ച് മണ്ണിടിച്ചാണ് കാട്ടാനയെ രക്ഷപ്പെടുത്തിയത്. രാവിലെ പ്രദേശവാസികളാണ് ആനയെ കണ്ടത്. തുടർന്ന് വനപാലകരെ വിവരം അറിയിച്ചു. ബേഗൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K രാകേഷിന്റെ നേതൃത്വത്തിൽ JCBയുടെ സഹായത്തോടെ ആനയെ കരക്കെത്തിച്ചു. കുളത്തിനരികിലെ മണ്ണിടിച്ച് പാതയൊരുക്കിയാണ് ആനയ്ക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്. 3 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കാട്ടാന കുളത്തിന് പുറത്തു കടന്നത്. കൊല്ലം കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പുരുഷാംഗനമാരുടെ ചമയ വിളക്കെടുപ്പ് നടന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആചാരപരമായായിരുന്നു ഇത്തവണത്തെ ചമയ വിളക്ക്. മീനമാസത്തിലെ 10ഉം 11ഉം തീയതികളിലാണ് ഐതിഹ്യപ്പെരുമയിൽ ചമയവിളക്കെടുപ്പ് നടക്കുന്നത്. ഇക്കുറി ആഘോഷങ്ങൾ കുറച്ച് ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് മുടക്കം വരാതെയാണ് ഉത്സവത്തിന്റെ ആദ്യ ദിനം നടത്തിയത്. ചമയവിളക്കുത്സവത്തിൽ നിരവധി പുരുഷന്മാരാണ് സ്ത്രീവേഷം കെട്ടി വിളക്കെടുത്തത്. എല്ലാ വർഷവും ഓരോ വർഷം ചെല്ലുന്തോറും മുന്നോട്ട് ഉദിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ താഴോട്ട് പോകുന്നില്ല. ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോഴും എന്ത് മനസ്സിൽ വിചാരിച്ച് ഇവിടെ വിളക്ക് നേരുന്നു അത് സാധിച്ചു കഴിഞ്ഞാണ് ഇവിടെ വന്ന് വിളക്കെടുക്കാറ്. അത് എത്ര വർഷമായാലും, ഇപ്പം 10 വർഷമായിട്ട് ഞാൻ വിളക്കെടുക്കുന്ന 10 വർഷമായിട്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇക്കുറി ചമയപ്പുരകളൊന്നും ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നില്ല. ഭക്തരുടെ ചമയവിളക്ക് വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയായിരുന്നു. കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പരിമിതപ്പെടുത്തുകയും ഉത്സവം വളരെ ഭംഗിയായി സമാപിക്കുക ആത്മാർത്ഥമായി എല്ലാവരും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളും നമ്മളോട് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐതിഹ്യപ്പെരുമയിൽ ദേവി എഴുന്നള്ളി വിളക്ക് കണ്ട് ആറാട്ട് നടത്തി കുരുത്തോല പന്തലിൽ വിശ്രമിക്കാനിരുത്തുന്നതോടെ 1-ാം ദിവസത്തെ ഉത്സവത്തിന് സമാപനമായി. മറ്റു ദിവസങ്ങളിൽ പതിവ് പോലെ ചടങ്ങുകൾ നടക്കും. ന്യൂസ് 18 ചവറ.
കൊട്ടാരക്കര തൃക്കണ്ണമംഗലിൽ കനാൽ കരയിലെ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മരങ്ങൾ ഒടിഞ്ഞ് വെള്ളത്തിൽ വീണ് കിടക്കുന്നതിനാൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി. ഇത് രോഗങ്ങൾ പടരുന്നതിന് ഇടയാക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. കൊട്ടാരക്കര നഗരസഭയിലെ പൊന്മാന്നൂർ വാർഡിലാണ് മരങ്ങൾ കനാലിലേക്ക് ഒടിഞ്ഞുകിടക്കുന്നത്. കനാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം മരങ്ങൾ വീഴുന്നതിനാൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതായും പരാതിയുണ്ട്. പാഴ്മരം ഒന്നും മുറിച്ച് കളയാത്തതിന്റെ പേരിൽ ഈ കനാലിൽ ഈ പാഴും വേസ്റ്റുകളൊക്കെ മാംസ വേസ്റ്റുകളൊക്കെ വന്ന് തങ്ങി നിന്ന് ഭയങ്കര വാടയും അതും ദുർഗന്ധമാണ് അവിടെ. അത് KP-ക്കാർ ഇത് വൃത്തിയായിട്ട് ഈ പണി ചെയ്യാത്തതിന്റെ പേരിലാണ് ഇത്രയും വന്നത്. കനാൽ കരയിലെ പാഴ്മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ KAP അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും കനാലിൽ നിക്ഷേപിക്കുന്നതും പതിവാണ്. ഇത് കാരണം പ്രദേശത്ത് ദുർഗന്ധവും രൂക്ഷമാണ്. റോഡിലൊരു ഇരുട്ടുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശം എന്നുള്ളതുകൊണ്ട് ആളുകൾ കൊണ്ടുവന്ന് വേസ്റ്റുകളെല്ലാം കൊണ്ട് നമ്മൾ തള്ളുന്നുണ്ട്. അതും ഒരു ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് കനാലിൽ വരുമ്പോൾ പല മാലിന്യങ്ങളും ഒഴുകി വന്നിട്ട് ചാഞ്ഞു കിടക്കുന്ന മരങ്ങളാരും വെട്ടിമാറ്റുന്നില്ലല്ലോ. കാടൊക്കെ ചെത്തി കളയുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നു. പക്ഷേ അതിലുപരിയായിട്ട് വൻ മരങ്ങൾ ഒടിഞ്ഞ് കനാലിലോട്ട് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞ് വെള്ളത്തിൻ്റെ യാത്ര സുഗമമാക്കിയെങ്കിലേ അവിടുത്തെ പ്രശ്നം മാറത്തുള്ളൂ. ജനവാസ മേഖലയിൽ പാഴ്മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്നതിനാൽ തെരുവുനായ ശല്യത്താലും ഇഴജന്തുക്കളാലും ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. പാഴ്മരങ്ങൾ മുറിച്ചു നീക്കുന്നതോടൊപ്പം കനാലിന്റെ ഇരുവശങ്ങൾ വൃത്തിയാക്കണമെന്നും മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡ് സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. ശുചിത്വ നഗരസഭയ്ക്കുള്ള അംഗീകാരം നേടിയ പുനലൂർ നഗരസഭയിൽ മാലിന്യ സംസ്കരണം താളം തെറ്റുന്നു. നിരത്തുകളിലും മാർക്കറ്റിലും മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പരാതി. ശുചീകരണ മേഖലയിലെ ജീവനക്കാരെ ഏകോപിപ്പിക്കുന്നതിൽ നഗരസഭ പരാജയമാണെന്നാണ് ആരോപണം. മാലിന്യങ്ങൾ പ്ലാച്ചേരിയിലെ സംസ്കരണ പ്ലാന്റിലെത്താതെ കെട്ടിക്കിടക്കുകയാണ്. ടൗണിലെ പ്രധാന ഇടങ്ങളിലെല്ലാം മാലിന്യം കുന്നുകൂടി. 2 ദിവസം മുൻപ് പെയ്ത മഴയിൽ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ കിടന്ന മാലിന്യം അഴുകി ദുർഗന്ധം വമിച്ചു തുടങ്ങി. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടും നഗരസഭ മൗനം പാലിക്കുന്നുവെന്നാണ് ആരോപണം. മുൻ ഭരണാധികാരികൾ കൊണ്ടുവന്ന ഒരു പ്രക്രിയ വേണ്ട എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇപ്പോഴ് പുനലൂർ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. ഈ വേനൽക്കാലത്തും അതോടൊപ്പമുള്ള വേനൽ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ളവ പകർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അവാർഡുകൾ വാങ്ങിക്കൂട്ടുകയും അത് പത്രത്താളുകളിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പൊതുജനങ്ങളെ അറിയിപ്പിക്കുകയും ചെയ്യുന്നതൊഴിച്ചാൽ ഇത് നല്ല രീതിയിൽ നടത്തപ്പെടുവാൻ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരം ആര്യനാട് യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യയുടെയും സുഹൃത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ആനാട് സ്വദേശി ശ്രീജു, കുളപ്പട സ്വദേശി അഞ്ജുരാജ് എന്നിവരാണ് പിടിയിലായത്. ആര്യനാട് ഉഴമലയ്ക്കൽ വാലിക്കോണം മൊണ്ടിയോടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അരുൺരാജും കുടുംബവും. അരുൺരാജിന്റെ സുഹൃത്തായ ശ്രീജുവാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി സമീപത്തെ ഓടയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 3 യാത്രക്കാരിൽ നിന്നായി 74 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. 2 കിലോയിലേറെ സ്വർണമാണ് പിടിച്ചെടുത്തത്. സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിൽ എത്തിയ മലപ്പുറം സ്വദേശികളായ നഹാസ്, അൻവർ, ഫസലു, റഷീദ് എന്നിവരിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. ഇടുക്കി കല്ലിങ്കൽപ്പടി പെരിയാർ വാലി റോഡിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പാലം ഉപയോഗശൂന്യം. പണി പൂർത്തിയാകാത്തതും അപ്രോച്ച് റോഡ് ഇല്ലാത്തതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. പാലത്തിലേക്ക് എത്തണമെങ്കിൽ മറ്റൊരു പാലം കൂടി നിർമ്മിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. 50ഓളം കുടുംബങ്ങളാണ് ചേലച്ചുവട് കല്ലിങ്കൽപ്പടി പെരിയാർ വാലി ഭാഗത്ത് താമസിക്കുന്നത്. നാട്ടുകാരുടെ ഏക സഞ്ചാര മാർഗമായ ഈ റോഡിൽ കാലങ്ങളായി ഉണ്ടായിരുന്ന തടിപ്പാലം 2018 പ്രളയത്തിൽ ഒലിച്ചുപോയതോടെയാണ് നാട്ടുകാരുടെ ദുരിതം വർദ്ധിച്ചത്. പിന്നീട് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ വകയിരുത്തി പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ കാലുകളും പ്രധാന സ്ലാബും നിർമ്മിച്ചതോടെ മറ്റു പണികൾക്ക് തുക അപര്യാപ്തമെന്ന് പറഞ്ഞ് പണികൾ നിലച്ചു. സഞ്ചരിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതായതോടെ കമുകും മുളയും ചേർത്തുണ്ടാക്കിയ തട്ടിലൂടെ നാട്ടുകാർ സഞ്ചരിച്ചു തുടങ്ങി. വാഹന സൗകര്യം പൂർണ്ണമായും നിലച്ചതോടെ രോഗികൾ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലെത്തിക്കുവാൻ കസേരയിലിരുത്തി ചുമന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലും MLAയോടും പരാതി പറഞ്ഞെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുക മാത്രമാണുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. 32ഓളം കുടുംബക്കാർ ഇങ്ങനെ താമസിക്കുന്നതാണ്. 3 വർഷത്തോളമായിട്ട് ഈ പാലം ഇങ്ങനെ കടന്നുപോകാൻ നിർവാഹകരായി കിടക്കുകയാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ 2018 പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ പാലമാണ്.
നേതാക്കന്മാരെല്ലാം വന്ന് വാഗ്ദാനങ്ങൾ നൽകുകയും ഫണ്ട് കൊണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും യാതൊരു പ്രവൃത്തിയും നടത്തില്ല. ഈ മഴക്കാലം ഞങ്ങൾക്ക് കടന്നു പോകാൻ യാതൊരു മാർഗ്ഗമില്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. ഇവിടുത്തെ 50-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് സമീപത്തെ പ്രധാന ടൗണായ ചേലച്ചുവടിലെത്താൻ 4 കിലോമീറ്റർ കാൽനട യാത്ര ചെയ്യണം. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകണമെങ്കിലും ഇതല്ലാതെ മറ്റ് മാർഗമില്ല. നാട്ടുകാരുണ്ടാക്കിയ താൽക്കാലിക തടിപ്പാലവും ദ്രവിച്ച് ഏതു സമയവും തകർന്നു വീഴുന്ന അവസ്ഥയിലാണ്. മഴക്കാലത്തിന് മുമ്പ് പാലത്തിന് ഇരുവശവും അപ്രോച്ച് റോഡ് നിർമ്മിച്ചില്ലെങ്കിൽ പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിലാവും. ന്യൂസ് 18 ഇടുക്കി. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് വൻ ടൂറിസം പദ്ധതികൾക്ക് സാധ്യതയുണ്ടായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപവുമായി നാട്ടുകാർ. ചാവക്കാട് ബീച്ച്, ചേറ്റുവ കായൽ, ആനക്കോട്ട, ചരിത്രമുറങ്ങുന്ന പാലയൂർ പള്ളി, വിവിധ ക്ഷേത്രങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് ടൂറിസം സാധ്യതകൾ ഏറെയുണ്ട് ഗുരുവായൂരിൽ. ഗുരുവായൂരിൽ വർഷത്തിൽ 1 കോടിയിലധികം ഭക്തർ എത്തുന്നുണ്ട്. ഗുരുവായൂരിലെത്തുന്നവർ ക്ഷേത്രദർശനം നടത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇവിടെ എത്തുന്നവർക്ക് ചാവക്കാട് ബീച്ച് കാണാനും ആനക്കോട്ട, ചേറ്റുവ കായൽ എന്നിവ സന്ദർശിക്കാനും അവസരമൊരുക്കിയാൽ ടൂറിസം മേഖലയ്ക്ക് അത് മുതൽക്കൂട്ടാകും. ടൂറിസം പദ്ധതികൾക്ക് കൂടുതൽ സാധ്യതകൾ ഏറുകയും അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുവാനുള്ള സാധ്യതകൾ കൂടും. അതോടൊപ്പം തന്നെ ഈ റെസ്പോൺസിബിൾ ടൂറിസം ഇനീഷ്യേറ്റീവ്സിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കൂടുതൽ സമ്പദ് വ്യവസ്ഥയെ അനുകൂലമാക്കി തീർക്കുന്ന നഗരസഭയ്ക്കും ദേവസ്വത്തിനും ഉപയോഗപ്രദമായി തീരുന്ന തരത്തിലും ഇവിടുത്തെ തദ്ദേശീയർക്കും അത് ഉപകാരപ്രദമായി വരും. കടൽ യാത്രയും കായൽ യാത്രയും കൂടി സംഘടിപ്പിച്ചാൽ ഇവിടേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാം. കേന്ദ്ര സർക്കാർ ടൂറിസം പദ്ധതികൾക്കും വികസന പദ്ധതികൾക്കുമായി ഒട്ടനവധി സഹായങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര ടൂറിസം വകുപ്പ് ഗുരുവായൂരിനെ പ്രസാദ് നഗരിയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് 18 ഗുരുവായൂർ. 600 ഈർക്കിലുകൾ കൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ ത്രിമാന രൂപം സൃഷ്ടിച്ചിരിക്കുകയാണ് ചെറുവത്തൂർ സ്വദേശി എം പങ്കജാക്ഷൻ. 3.5 മാസം കൊണ്ടാണ് പങ്കജാക്ഷൻ ഈർക്കിലിൽ മനോഹര രൂപം ഒരുക്കിയത്. ജോലിക്കിടയിലെ ഇടവേളകൾ ഉപയോഗപ്പെടുത്തിയാണ് ചെറുവത്തൂർ മയ്യിച്ചയിലെ പങ്കജാക്ഷൻ ഈർക്കിലുകളിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം തീർത്തത്. 600 ഈർക്കിലുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. ചുമട്ടുതൊഴിലാളിയായ പങ്കജാക്ഷൻ 3.5 മാസം കൊണ്ടാണ് ഈർക്കിൽ ശില്പം പൂർത്തിയാക്കിയത്. അരിവാൾ ചുറ്റിക നക്ഷത്രം ഞാൻ രൂപകൽപ്പന ചെയ്തുകൊണ്ട് 3.5 മാസക്കാലമായി ഇത് തുടങ്ങുന്നത്. ഞാൻ ചുമട്ട് മേഖലയിൽ പണിയെടുക്കുന്നതാണ്. വൈകിട്ട് വീട്ടിലെത്തിയ സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ചെയ്തതാണ്. അങ്ങനെ 3.5 മാസത്തിലധികമായി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഏകദേശം 6ഓളം 10ഓളം അപ്പം 600ഓളം ഈർക്കിലിട്ട് എടുത്ത് വരും. ഈർക്കിലി മുഴുവനായിട്ട് വരും. എൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളെടുത്താണ് അങ്ങനെ 600ഓളം ഈർക്കിലി 3 ലെയറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ആദ്യം ഒരു ഘട്ടം ചെയ്തിട്ട് അതിൻ്റെ പുറകെ തന്നെ മേലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈർക്കിളി നേരെ നടുവെ പിളർന്നുകൊണ്ട് പേപ്പർ ടേപ്പിൽ ഒട്ടിച്ചിട്ട് അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഈർക്കിലുകൾ കത്തി ഉപയോഗിച്ച് മിനുസപ്പെടുത്തി ആവശ്യാനുസരണം മുറിച്ചെടുത്ത് പശ കൊണ്ട് ഒട്ടിച്ചെടുക്കുന്നതാണ് നിർമ്മാണ രീതി. പോളിഷ് ചെയ്ത് മനോഹരമാക്കുന്ന ഈർക്കിൽ ശില്പങ്ങൾ ഏറെക്കാലം കേടുകൂടാതെ സൂക്ഷിക്കാനാകും. ന്യൂസ് 18 ചെറുവത്തൂർ. കടലാസ് കഷ്ണങ്ങൾ കൊണ്ട് ഈഫൽ ടവർ നിർമ്മിച്ച് ശ്രദ്ധേയനായ ഒരു കൊച്ചുമിടുക്കനുണ്ട് ഇടുക്കിയിൽ. എഴുകുംവയൽ സ്വദേശി മണക്കുഴിയിൽ അജിൽ സെബാസ്റ്റ്യൻ ആണ് ഈഫൽ മാതൃക നിർമ്മിച്ചത്. പേപ്പർ കഷ്ണങ്ങൾ, ഹാർഡ് ബോർഡ് എന്നിവ ഉപയോഗിച്ചാണ് ഈഫൽ ടവറിന്റെ നിർമ്മാണം. ചെറുപ്പം മുതലേ ക്രാഫ്റ്റ് വർക്കുകളിൽ തൽപരനാണ് അജിൽ. സമ്മാനമായി കിട്ടിയ ഈഫൽ ടവറിന്റെ മാതൃകയിലുള്ള കീ ചെയിൻ കണ്ടപ്പോഴാണ് അത് പേപ്പറിലുണ്ടാക്കാൻ തീരുമാനിച്ചത്. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊരിത് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഇത് കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടാക്കിയാലെന്നൊരാഗ്രഹം വന്ന് അങ്ങനെ ഉണ്ടാക്കിയത്. പേപ്പർ നിശ്ചിത അളവിൽ മുറിച്ചെടുത്ത് ചുരുട്ടിയൊട്ടിച്ചാണ് ടവറിന്റെ മാതൃക നിർമ്മിച്ചിരിക്കുന്നത്. ടവറിന്റെ വിവിധ തട്ടുകൾക്കായി ഹാർഡ് ബോർഡും ഉപയോഗിച്ചിട്ടുണ്ട്. 1 മീറ്റർ ഉയരമുള്ള ടവറാണ് നിർമ്മിച്ചത്. ടവറിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ 1 മാസമാണ് സമയമെടുത്തത്. വലിയ തോവാള ക്രിസ്തുരാജ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അജിൽ. ന്യൂസ് 18 ഇടുക്കി. ലോക പ്രശസ്തമായ ടെഡക്സ് പരിപാടിയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കണ്ണൂർ സ്വദേശി ഇവാനിയ വിപിൻ. കമ്പ്യൂട്ടർ കോഡിംഗിലും തന്റെ കഴിവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഈ 7 വയസ്സുകാരി. While I may be the first woman in this office, I won't be the last because every little girl watching tonight sees that this is a country of possibilities. Kamala Harris, Vice President-elect of America, said this a few days ago on her victory speech. Hi, my name is Ivania Vipin. Today, I'm going to share my perspective about womanhood. പൂനെ ലെക്സിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ വാഗോളിയിൽ നടന്ന ടെഡക്സ് പരിപാടിയിൽ
വുമൻഹുഡ് എ 7-year-old പെർസ്പെക്റ്റീവ് എന്ന വിഷയത്തിൽ പ്രസംഗിച്ചാണ് ഇവാനിയ വിബിൻ ഈ നേട്ടത്തിന് അർഹയായത്. ടെഡെക്സ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ കണ്ണൂർ കീച്ചേരി സ്വദേശിനി ഇടം പിടിച്ചു. Delivering a speech at TEDx was the biggest opportunity I ever got in my life. ഞാൻ TEDxൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഇന്ത്യയിലെ ഏറ്റവും യംഗസ്റ്റ് സ്പീക്കർ ആയിരുന്നു. എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. I would like to thank my principal ma'am and all my teachers in Lexican International School, Wagholi. അതിൻ്റെ ഒപ്പം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും എല്ലാ ഫ്രണ്ട്സിനും ഞാനൊരു വലിയ താങ്ക്സ് കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഓൾ ഫോർ എൻകറേജിങ് മീ ആൻഡ് സപ്പോർട്ടിങ് മീ. പൂനെയിൽ ബാർക്ലേസ് ബാങ്കിൽ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റായ വിപിൻ നമ്പിടി വളപ്പിലിൻ്റെയും പാട്യം പത്തായക്കുന്നിലെ ശ്വേത സുരേഷിൻ്റെയും മകളാണ് ഈ കൊച്ചുമിടുക്കി. വൈറ്റ് ഹാറ്റ് ജൂനിയർ കോഡിംഗ് പ്രോഗ്രാം അംഗീകരിച്ച ഗെയിം ഡെവലപ്പർ കൂടിയാണ് ഇവാനിയ. മനോഭരത്, ന്യൂസ് 18 കണ്ണൂർ. പട്ടാമ്പിയിൽ നടക്കുന്ന കാർഷിക സാങ്കേതിക വിദ്യാസംഗമത്തിന്റെ എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാങ്കേതിക വിദ്യാസംഗമത്തിന്റെ ഭാഗമായിട്ടാണ് പ്രദർശനം. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സാങ്കേതിക വിദ്യാസംഗമത്തിന്റെ ഭാഗമായാണ് പ്രദർശന വിപണനമേള. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടക്കുന്ന എക്സിബിഷനിൽ വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലെയും കോളേജുകളിലെയും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിത്തുകൾ, വളങ്ങൾ, കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ, കാർഷിക ഉൽപാദനോപാധികൾ തുടങ്ങിയവ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തെ മറികടക്കാനുള്ള കൃഷി രീതികൾ, നൂതന അക്വാപോണിക്സ് പോലുള്ള നൂതന കാർഷിക രീതികൾ, കാർഷിക യന്ത്രവൽക്കരണം, അതുപോലെ തന്നെ കാർഷിക സംരംഭങ്ങൾ എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാർഷിക പ്രദർശന മേളയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധതരം മെഷീനറികൾ, കൃഷി രീതികൾ, വിത്തുകൾ ഇവയെല്ലാം പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ജലസംരക്ഷണത്തിനുള്ള മാർഗനിർദ്ദേശത്തിന്റെ ഭാഗമായി നീർത്തട സംരക്ഷണം, മേൽക്കൂര മഴവെള്ള സംഭരണം, തെങ്ങിൻ തോപ്പിലെ ജലസംരക്ഷണം എന്നിവയുടെ മാതൃകകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അക്വാപോണിക്സ് രീതിയുടെ മാതൃകയും സജ്ജമാക്കിയിട്ടുണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾ, കളിമൺ ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി വോട്ടങ്കം. അനാഥമായി ലക്ഷങ്ങൾ മുടക്കിയടിച്ച പോസ്റ്ററുകൾ, നിരാശരായ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്ന ബൂത്ത് കമ്മിറ്റി ഓഫീസുകൾ. സ്ഥാനാർത്ഥിയില്ലാതായതോടെ ഗുരുവായൂരിലെ NDA ക്യാമ്പ് മൂകവും നിശ്ചലവുമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ പോസ്റ്ററുകളാണ് ഗുരുവായൂരിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഒത്തുകളിച്ച് നാമനിർദ്ദേശ പത്രിക തള്ളിയതാണെന്ന് ഇരു മുന്നണികളും ആരോപിക്കുമ്പോൾ ഈ പോസ്റ്ററുകൾക്ക് മുന്നിൽ നിശബ്ദരായി ഇരിക്കാൻ മാത്രമേ പ്രവർത്തകർക്ക് കഴിയുന്നുള്ളൂ. ഇനി എന്ത് എന്ന ചോദ്യത്തിന് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഇനിയും ഉത്തരമെത്തിയിട്ടില്ല. ഇവിടെ വോട്ട് നേടുക, നിർണായകമായിട്ടുള്ള വോട്ടുകൾ ആരിലേക്ക് പോകും അല്ലെങ്കിൽ ആരിലേക്ക് പോകണം എന്നത് ചിന്തിക്കേണ്ടത് സംഘടനയാണ്. അപ്പോൾ സംഘടന പൂർണ്ണമായിട്ടും അത് എന്ത് ചെയ്യണമെന്നും അത് എപ്രകാരം നോട്ടയ്ക്ക് പോകണോ അത് വേറെ ആർക്കെങ്കിലും പോകണോ അതൊക്കെ അവർ തീരുമാനിക്കും. ആ തീരുമാനങ്ങൾ കൃത്യമായിട്ട് ഓരോ വോട്ടറിൻ്റെ അടുത്തും എത്തുകയും ചെയ്യും. DSJP സ്ഥാനാർത്ഥി ദിലീപ് നായരെ പിന്തുണയ്ക്കാനുള്ള നിർദ്ദേശത്തിലും അന്തിമ തീരുമാനമായില്ല. DSJPയുടെ നിലപാടുകൾ BDJSനെ പിണക്കുമോ എന്ന ആശങ്കയാണ് കാരണം. UDF, LDF ക്യാമ്പുകൾ പ്രചാരണത്തിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ഗുരുവായൂരിലേക്ക് ഏറ്റവും ബഹുമാന്യനായ, ഏറ്റവും ആദരണീയനായ, മതേതരവാദിയായ, മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശവാഹകനായ ശ്രീ KNA ഖാദർ സാഹിബ് ഗുരുവായൂരിലേക്ക് സ്ഥാനാർത്ഥിത്വവുമായി വന്ന ഉടനെ തന്നെ ഗുരുവായൂരിലെ പൊതുജനം, ജനാധിപത്യ മനസാക്ഷികൾ മുഴുവൻ അദ്ദേഹത്തെ ഗുരുവായൂരിൻ്റെ ജനപ്രതിനിധിയായി മനസാലെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. 2016 നിവേദിതയ്ക്ക് കിട്ടിയ 1,00,000 വോട്ടുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ 33,000 വോട്ടുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 30,000 വോട്ടുകൾ എന്നിവ ഇത്തവണ എവിടെ പോകും? ഇനി മറ്റൊരാളെ പിന്തുണച്ചാൽ തന്നെ ഈ വോട്ടുകൾ പൂർണ്ണമായും അവിടെ തന്നെ പോൾ ചെയ്യപ്പെടുമോ? ഗുരുവായൂരിൽ ചോദ്യങ്ങൾ അനവധിയാണ്. ന്യൂസ് 18 ഗുരുവായൂർ. തൊടുപുഴയിൽ ചിഹ്നത്തിന്റെ പേരിൽ വോട്ടർമാരെ LDF തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് UDF.
PJ ജോസഫിന്റെ പോസ്റ്ററിന് താഴെ 2 ചിഹ്നം പതിപ്പിച്ച് മനഃപൂർവ്വം ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ LDF ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് LDF പറയുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് PJ ജോസഫിന് ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ചിഹ്നമായി ലഭിച്ചത്. എന്നാൽ തൊടുപുഴയിലെ പലയിടങ്ങളിലും PJ ജോസഫിന്റെ പോസ്റ്ററിനൊപ്പം 2 ചിഹ്നമായി പതിച്ചിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയായ LDFലെ KA ആന്റണിയുടെ ചിഹ്നം PJ ജോസഫിന്റെ പോസ്റ്ററിന് സമീപം പ്രത്യക്ഷപ്പെട്ടത് LDF ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് UDFന്റെ ആരോപണം. ചിഹ്നത്തെക്കുറിച്ച് വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് PJ ജോസഫിന്റെ വോട്ടുകൾ തട്ടിയെടുക്കാനുള്ള വില കുറഞ്ഞ തന്ത്രമാണ് LDF പയറ്റുന്നതെന്ന് UDF ആരോപിച്ചു. ഇത് പരാജയ ഭീതി പൂണ്ട LDFന്റെ നേതാക്കന്മാർ പറഞ്ഞു വിട്ട് ജയിപ്പിക്കുന്ന, മനഃപൂർവ്വമായി ജയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാണിക്കുന്ന തെറ്റായ പ്രവണത, ഇവർ കാണിക്കുന്ന വഴിവിട്ട പ്രവർത്തനങ്ങളെ പറ്റി ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റി, അതിലെ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തകരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ അതിന് ആവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആരോപണം LDF നിഷേധിച്ചു. 2 ചിഹ്നം ജോസഫിന്റെ പോസ്റ്ററിന് താഴെ വന്ന സംഭവത്തിൽ മുന്നണിക്ക് യാതൊരു പങ്കുമില്ലെന്ന് CPM ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസിൽ പറഞ്ഞു. കഴിഞ്ഞ തവണ PJ ജോസഫ് മത്സരിച്ചത് 2 ചിഹ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ ചിഹ്നം മാറ്റിയൊട്ടിച്ചിട്ടുള്ള പ്രചാരണം വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണെന്നും ആക്ഷേപമുണ്ട്. ചിഹ്നത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് മുക്തി നേടി പ്രചാരണത്തിനിറങ്ങിയ ജോസഫ് ക്യാമ്പിന് പുതിയ വെല്ലുവിളിയാകുകയാണ് പോസ്റ്റർ യുദ്ധം. ന്യൂസ് 18 തൊടുപുഴ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് എറണാകുളം വൈപ്പിനിൽ ഉള്ളത്. സ്വന്തം വീടിന്റെ പുറം ചുമരുകൾ മുഴുവൻ പാർട്ടിയുടെ പ്രചാരണത്തിന് നീക്കിവച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകനായ നോബൽ കുമാർ. കുടുംബത്തിന്റെ പ്രചാരണം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് നെയ്യാറ്റിൻകര മണ്ഡലം. NDA സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരൻ നായർക്ക് വേണ്ടിയാണ് സിനിമാ താരങ്ങളായ ഭാര്യ രാധയും മകൾ കാർത്തികയും പ്രചാരണത്തിന് ഇറങ്ങിയത്. നാട്ടുകാരനാണ് അതാദ്യം. അപ്പൊ വിജയിപ്പിക്കുന്ന വീട്ടിലെ ചേച്ചിമാരോട് എല്ലാവർക്കും പറയാം. 1980കളിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന രാധ ഇതാദ്യമായാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നത്. ഭർത്താവ് ചെങ്കൽ രാജശേഖരൻ നായർക്കായി കുടുംബയോഗങ്ങളിലടക്കം സജീവം. മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്താൻ സംസ്ഥാനത്തും BJP സർക്കാർ വരണമെന്ന് രാധ. നമ്മൾ എന്തിലെങ്കിലും വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് BJP തന്നെയാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ ജീവിതശൈലി, ഞാൻ ജീവിക്കുന്നത്, എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് അതൊരു പാർട്ടിയാണെങ്കിൽ പിന്നെ അതിലെന്താ തെറ്റ്? ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഒരു പാർട്ടി ഉള്ളപ്പോൾ ഞാൻ പറയുന്നതിൽ എനിക്ക് തെറ്റില്ലല്ലോ. സിനിമാ രംഗത്തേക്ക് വൈകാതെ തിരിച്ചെത്തും. ഒപ്പം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതും ആലോചനയിലുണ്ടെന്ന് രാധ. സിനിമയിൽ അഭിനയിക്കും എന്നുള്ളതിന് ഈ വർഷത്തിനകം ഒരു പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്. എങ്കിലും ഒരു പ്രൊഡക്ഷൻ സൈഡായാലും ഒരു ടെക്നിക്കൽ സൈഡായാലും ഒരു പ്രൊഡക്ഷനിൽ ഇറങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട്. മകൾ കാർത്തിക നായരും BJPയുടെ പ്രചാരണ വേദികളിൽ സജീവമാണ്. അച്ഛനാണ് അമ്മ എല്ലാവരും. വിജയം ദാറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ്. ബട്ട് മെയിൻ ആയിട്ട് അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് നാട്ടിന് വേണ്ടി രാഷ്ട്രീയത്തിൽ വരാതെ തന്നെ ഹീസ് ഡൺ എ ലോട്ട്. ടൂറിസം ആയാലും നമ്മളുടെ നെയ്യാറ്റിൻകരയുടെ ഏറ്റവും വലിയ സ്കൂൾ സായി കൃഷ്ണ പബ്ലിക് സ്കൂൾ സ്ഥാപിച്ച വ്യക്തിയാണ്. താരങ്ങളുടെ സാന്നിധ്യം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം SS ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.